എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡെസേർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് കാരമൽ കസ്റ്റാർഡാണ്. എളുപ്പത്തിൽ എങ്ങനെ വീടുകളിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ കാരമൽ കസ്റ്റാർഡിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, 150 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, കസ്റ്റാർഡ് പൗഡറാണ്, 2 ഡ്രോപ്സ് വാനില എസൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കാരമൽ കസ്റ്റാർഡിന് കാരമൽ ചെയ്യാൻ പോവാണ്. ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 100 ഗ്രാം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ 150 ഗ്രാം ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 100 ഗ്രാം ഷുഗർ നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഷുഗർ പതുക്കെ മെൽറ്റായി വരുന്നുണ്ട്. കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം. നല്ല ബ്രൗൺ കളറായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. മെൽറ്റായി വരുന്നുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കാം. ഏകദേശം ഇതായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാരമൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് കാരമൽ ഉണ്ടാക്കാൻ നമ്മൾ 2 ബോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റീൽ ബോളാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീലായാലും ഗ്ലാസ് ബോളായാലും കുഴപ്പമില്ല, സെറാമിക്കിൻ്റെ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ 2 ബോളാണ്. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്യാം. നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീലിൻ്റെ ബോളാണ് എടുത്തിരിക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. കസ്റ്റാർഡിന് വേണ്ടിയിട്ട് പാല് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ബോയിൽ ചെയ്യാം. നമ്മൾ പാല് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുട്ടയും വാനില എസൻസും വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു ബൗളിൽ. അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ടയും ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ 2 ഡ്രോപ്സ് വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലൂടെ കുറച്ച് ഷുഗറോടെ ആഡ് ചെയ്യണം. ബാക്കി ഷുഗർ നമ്മൾ പാലിൽ ചേർക്കാനുള്ളതാണ്. കസ്റ്റാർഡ് പൗഡറാണ്. നമ്മുടെ കാരമൽ കസ്റ്റാർഡ് 2 ബൗളിലേക്ക് നമ്മൾ ഒഴിച്ച് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഓവൻ വെച്ച് ബേക്ക് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഓവനിലെ ടൈം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 45 to 50 സെക്കൻഡാണ്. നമുക്കിതിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജ് വെച്ച് ഒരു അരമണിക്കൂർ തണുപ്പിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ 2 സ്റ്റീൽ ബോളാണ് എടുത്തിരിക്കുന്നത്. ഇത് അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോയിലാകുമ്പോൾ ഓവനിൽ നമ്മൾ ബേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ അടിയിൽ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. അപ്പോൾ അത് സ്റ്റീം ഒത്തിരി തിള വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലുമിനിയം ഫോയിൽ കവർ ചെയ്യുന്നത്. നമുക്ക് ഓവനിൽ വെച്ച് ഇന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഓവനിലേക്ക് കയറ്റി വെക്കാം. നമ്മളിങ്ങനെ ട്രേക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ബോയിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടിയിൽ മുട്ടി നിൽക്കണം. ഈ ലെവലിൽ നിൽക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെച്ച് അത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊരു അരമണിക്കൂർ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കമത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഷുഗറിൻ്റെ സിറപ്പൊക്കെ മേളിൽ നല്ല ക്രീമി ആയിട്ട് മേളിൽ വന്നിട്ടുണ്ട്. നമ്മൾ വീടുകളിലൊക്കെ സിമ്പിൾ റെസിപ്പിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പാലും മുട്ടയും വെച്ച് ഉപയോഗിക്കാം. അതുപോലെ കസ്റ്റേർഡ് പൗഡർ വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഐസ്ക്രീമൊക്കെയാണല്ലോ ചൂസ് ചെയ്യണം. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ വൈകിട്ടൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇന്നത്തെ കസ്റ്റർഡ് പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഐറ്റമായി വീണ്ടും കാണാം.